എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു അൺബോക്സിംഗ് ആണ്. അതായത് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റാണ്. ഇതധികവും ഒരു നല്ലൊരു സർവീസ് സെൻറ്റർ, മൊബൈൽ ഫോൺ സർവീസ് സെൻറ്ററിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഈ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം വെച്ചാൽ സൺഷൈൻ എന്നാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് മറ്റ് കമ്പനികൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൺഷൈൻ എന്നുള്ള ബ്രാൻഡിൽ എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു അൺബോക്സ് ചെയ്യാമെന്നും റിവ്യൂ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്. ബോക്സിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കണക്ട് ചെയ്യാനുള്ളൊരു പ്ലഗ് വയറും ഉണ്ട്, അതുപോലെ തന്നെ മെഷീനും ഉണ്ട്. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അൾട്രാസോണിക് ക്ലീനർ എന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇതിൽ ലിക്വിഡ്, അതായത് PCB ക്ലീനിങ് ലിക്വിഡ് ഇതിൽ ഫില്ല് ചെയ്യണം. കുറച്ച് ഫില്ല് ചെയ്തതിന് ശേഷം അതിനകത്ത് ബോർഡ് ഇറക്കി വെക്കുക. അതായത് നമുക്ക് വാട്ടർ ഡാമേജ് ആയിട്ടുള്ള ഫോണുകളാണ് ഇതിൽ ഇറക്കി വെക്കേണ്ടത്. വാട്ടർ ഡാമേജ് ആയ ഫോണുകളല്ല, ഫോണിൻ്റെ ബോർഡ് നമ്മൾ ഫോൺ അയച്ചതിന് ശേഷം ബോർഡ് ഇതിൽ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഇതിൽ ലിക്വിഡ് നിറച്ചതിന് ശേഷം ബോർഡ് ഇറക്കി വെച്ചിട്ട് നമ്മൾ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആവും. വളരെ സിമ്പിൾ മെത്തേഡാണ്. പ്രത്യേകിച്ച് വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് സെറ്റിങ്സ്, ഒരു 2-3 ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ബോർഡ്. ഈ ബോർഡ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡസ്റ്റ് പിടിച്ച് കിടക്കുകയാണ്. വാട്ടർ ഡാമേജ് അല്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോർഡ് ഇതിലിട്ട് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വാട്ടർ ഡാമേജ് ബോർഡൊന്നുമല്ല, കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ബോർഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ PCB ക്ലീനിങ് ലിക്വിഡ് നമ്മൾ ജസ്റ്റ് ഇതിൽ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം ഈ ബോർഡ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ചുകൂടെയൊക്കെ നമുക്കിതിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ബോർഡാണ് ഇതിലേക്ക് ഇറക്കി വെക്കുന്നത്. അത്യാവശ്യം നല്ല ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. വാട്ടർ ഡാമേജ് ആയിട്ടുള്ള ഫോണുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ക്യാമറയൊക്കെ ഇതിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അത് അഴിച്ചു വെക്കണം. ക്യാമറ അഴിച്ചു വെക്കാൻ പറ്റുന്ന ഇതാണെങ്കിൽ അഴിച്ചു വെക്കണം. കാരണം ക്യാമറയൊക്കെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഇനി നമുക്കതൊന്ന് പ്ലഗ് ചെയ്ത് നോക്കാം, ഓൺ ചെയ്ത് നോക്കാം. ഇതിന് 3 ബട്ടൺസാണ് ഉള്ളത്. ഒന്ന് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം, മറ്റേത് ഓൺ ഓഫ് ബട്ടണും, പിന്നെ ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടണും. ഇങ്ങനെ 3 ബട്ടണേ ഉള്ളൂ ഇതിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൺ ആക്കിയാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 120 സെക്കൻഡിൽ 120 ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടിത് ഓഫാവും. ഇതുപോലെ ഇതൊരു ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായതുകൊണ്ട് വൈബ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. ചില പ്രൊഡക്റ്റുകളൊന്നും തീരെ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് ചില വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ താഴത്ത് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചവിടെ നിന്നോളൂ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എത്രത്തോളം ക്ലീനിങ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇത് ഗോൾഡും കാര്യങ്ങളൊക്കെ, സ്വർണ്ണമൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീൻ ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഡസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഗുഡ് ബൈ.